മനോഹരമായ ഒരു ഗുരുമന്ദിരം സ്ഥാപിച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഇറങ്ങിൽ സ്ഥാപിക്കാൻ സാധിച്ച ഇന്നത്തെ ശാഖയുടെ നേതൃത്വത്തെയും അത് പിൻബലം കൊടുത്ത ജാതി മത വർണ്ണവർക്ക് വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ എനിക്ക് വളരെ പണ്ടേ അറിയാം. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് ഈ പ്രദേശത്ത്. അവരുടെ എല്ലാം സഹകരണവും സഹായവും പിൻബലവും വാക്കുകളും അതുകൊണ്ട് തന്നെ പ്രവർത്തനം കൊണ്ടും സഹായിച്ച് സ്ഥാപിക്കാൻ സാധിച്ച ഇതിലുള്ള സന്തോഷവും അതിന് പ്രേരക ശക്തിയായി നിന്ന് പ്രവർത്തിച്ച എല്ലാ സജ്ജനങ്ങളെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പറഞ്ഞ 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ കാൽപ്പാവ് പതിയാത്ത ഒരു മണൽത്തരി ഈ പ്രദേശത്തിനാണ്. കാരണം ഏതാണ്ട് തോട്ടപ്പള്ളി സ്കൂളിലെ അപ്പുറം തൊട്ട് ST കോളേജ് വരെ കാണുന്ന ഈ നാഷണൽ ഹൈവേ പണ്ട് ഈ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തൂടെ കടലോരത്തൂടെ അത് ഇങ്ങോട്ട് മാറ്റി കിഴക്കോട്ട് മാറ്റി സ്ഥാപിച്ചു. അത് ഈ രീതിയിലാക്കി ഇപ്പം മറ്റു രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇങ്ങനെ എല്ലാം നടന്നു ഏതാണ്ട് അടിയന്തര കാലഘട്ടത്തിന് മുമ്പാണെന്ന് പറയണം. അങ്ങനെ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകളായിട്ട് എനിക്ക് നല്ല ബന്ധം. അങ്ങനെ ഷൗക്കത്ത് കൈരളി ഷൗക്കത്ത് എൻ്റെ ആത്മമിത്രമാണ്. എൻ്റെ 50 കൊല്ലങ്ങൾക്ക് പേരായി ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്കൊരു ഇടം തരുന്ന കൈരളി ഷൗക്കത്ത്. മാത്രമല്ല, ഞാൻ എവിടെ ചെന്നാലും കൈരളി ഷൗക്കത്തിൻ്റെ മകളാണെങ്കിൽ പോലും നവോത്ഥാന യാത്ര ഞാൻ 10 കൊല്ലങ്ങൾക്ക് നടത്തുക കാണുമ്പോൾ ആ കൊച്ചെന്ന് മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ് കോഴിക്കോട്. അവിടെ വന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച പാരമ്പര്യം. അങ്ങനെ എൻ്റെ കുടുംബത്തിലൊരു ബന്ധുവാണ്. ഇന്ന് പറഞ്ഞില്ല 50 കൊല്ലമായി. ഈ 50 കൊല്ലമായ ആ ബന്ധവും സ്നേഹവും ഇന്നും തുടർന്നു എന്ന് മാത്രമല്ല, ചിങ്ങ 1 എന്ന് പറഞ്ഞാൽ കൈരളി ഷൗക്കത്ത് ആദ്യ രാവിലെ വീട്ടിലെത്തിയിരിക്കും. ആദ്യത്തെ കൈനീട്ടം 1-ാം തീയതി ഷൗക്കത്തായിരിക്കുമ്പോൾ എത്രയോ കൊല്ലമായി. അങ്ങനെ ഈ രാജ്യത്ത് എന്നെ സഹിക്കുകയും ഞാൻ സഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. രാവിലെ തന്നെ ജൂനിയൻകാർ തന്നെ പറഞ്ഞ് ഷൗക്കത്തിൻ്റെ വീട്ടിൽ പോയിരുന്നാൽ മതി, സമയമാകുമ്പോൾ ഞങ്ങൾ വിളിച്ചോളാം, ഇങ്ങോട്ട് വരാൻ. അവിടെ ചെന്നിരുന്നു നല്ല വിഭവസമർത്ഥമായ സദ്യയും ചാപ്പാടൊക്കെ ഇരുന്നാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്നു പറഞ്ഞ് ഞാൻ കാത്തുനിന്ന് കുഴഞ്ഞു. 11 വിട്ടേക്കാം ഉടനെ വിട്ടേക്കാന്നാണ് പറഞ്ഞത്. വിട്ടില്ല. കാരണം എനിക്ക് അടുത്തൊരു പരിപാടി ഇവിടെ ഏറ്റുപോയിട്ടുണ്ട്. അത് അറിയാവുന്നതാണ്. ഇടത്തുമായി എന്തുമാകട്ടെ, നിങ്ങളീ കൂട്ടായ്മ ഇന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും സ്വാഗത പ്രാർത്ഥിക്കുന്ന അധ്യക്ഷ പ്രസംഗങ്ങൾ പറഞ്ഞപ്പോൾ ഈ ശാഖയിലുള്ള ഭിന്നിപ്പും അതിൻ്റെ പേരിലുണ്ടായ നമ്മുടെ വികസന ഒഴിപ്പും എല്ലാം അറിയാൻ മതി. എന്തിന് നമ്മൾ ഭിന്നിക്കണം? ആർക്ക് വേണ്ടി ഭിന്നിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ചോണ്ട്, ഇത്രയും മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു പ്രദേശം എവിടെയുണ്ട്? ഒരു സ്ഥലത്ത് മുസ്ലിം പള്ളി, മറ്റൊരു സ്ഥലത്ത് എവിടെ നിൽക്കുന്നു ഒന്നാന്തരം ഒരു ക്ഷേത്രമാണ് നിൽക്കുക. അതിനിപ്പോൾ നിങ്ങളുടേതായ ഗുരുമന്ദിരങ്ങൾ. ഇങ്ങനെ എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം സ്നേഹം കൊടുത്ത് സ്നേഹം പുലർത്തി വരുന്ന ഈ പ്രദേശത്ത്, നമ്മൾ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് നമ്മൾ തമ്മിൽ മാത്രം എന്തിനെ മതവിദ്വേഷം, അല്ല വിദ്വേഷം എന്തിനെ, പരസ്പര വിദ്വേഷം എന്തിനെ? ആ വിദ്വേഷത്തിന്റെ പേരിൽ ഈ ശാഖയുടെ വികസനങ്ങൾ എല്ലാം മുരടിച്ചുപോയി. എവിടെ വളരേണ്ടതാണ്, എവിടെ ഉയരേണ്ടതാണ്, സ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുള്ള ഈ പ്രദേശം എന്നും ഈ പ്രദേശത്ത് മാതൃകാപരമായി ഒരു പറഞ്ഞതിനെ പറ്റി നമ്മൾ ഉരുവിട്ടാൽ പോരാ. അത് പ്രായോഗിക തലത്തിൽ വരണം. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സകലരും സ്വതരത്തിന് എന്ന് പറയുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നമ്മളെല്ലാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന പ്രദേശമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്തായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഓഫീസ്, എക്സിക്യൂട്ടീവ് ലാറ്ററയുടെ. ഞാൻ ആ പള്ളിക്കാരുമായിട്ടും
ആ പള്ളിപ്പണിയുമ്പോൾ ഉണ്ടായിരുന്ന സഹകരണവും സഹായങ്ങളും എല്ലാം ഞാനിപ്പോൾ ഓർക്കുക. അങ്ങനെ എന്തുകൊണ്ടും വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞ ഈ പ്രദേശത്ത് എന്തും ശാഖയുള്ള നിങ്ങളുടെ പരസ്പരം മത്സരിക്കുന്നു. ആ മത്സരം എവിടെ കൊണ്ടെത്തിച്ചു? ഒന്നേ എനിക്ക് പറയാനുണ്ട്, ഒന്നായാലേ നന്നാകാൻ സാധിക്കും. നന്നാകണമെങ്കിൽ നമ്മൾ ഒന്നാകണം. ഒന്ന് ശാഖയിൽ ഉണ്ടായിരുന്ന മത്സരങ്ങൾ ഇലക്ഷനിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് സമൂഹത്തിലും സമുദായത്തിലും നമുക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കുമോ അത് കഴിയുന്നത്ര ചെയ്തുകൊണ്ട് നമുക്ക് വികസിക്കാൻ ഒരുപാട് സാധ്യത ഉള്ളൊരു ശാഖ. അതിനെ വളർത്തി ഉയർത്തിയെടുക്കുവാൻ സമൂഹവും സമുദായവും ഒന്നാകണമേ എന്നൊരു അപേക്ഷ. പ്രത്യേകിച്ചും ആത്മീയതയും അടിത്തറയിൽ നിന്ന് മാത്രമേ ഭൗതികമായി വളരാൻ സാധിക്കൂ. നിങ്ങൾക്കൊരു ആത്മീയ കേന്ദ്രം, ഒന്നാം തരം ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നിങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. ആ ആത്മീയ കേന്ദ്രം ഇപ്പോൾ വളർന്ന് പങ്കരിച്ച് പണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നിപ്പോൾ എത്രയോ വളർന്നു കഴിഞ്ഞു. ആ ആത്മീയയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായി നമുക്ക് വളരാൻ സാധിക്കും. മറ്റേത് സമുദായത്തെ നമ്മൾ നോക്കിയാലും അവരെല്ലാം വളർച്ചയുടെ പിന്നിൽ ആത്മീയതയുടെ അടിത്തറയിൽ അവരൊന്നായി നിന്ന് അവർ നന്നായപ്പോൾ നമ്മൾ എന്തിനു ഭിന്നിക്കണം? ഭിന്നത ഒരിക്കലും അഭികാമ്യമല്ല, നല്ലതല്ല. ഗുരു നമ്മളെ തന്നെ ഉപദേശിച്ചെന്താണ്? സംഘടിച്ച് ശക്തരായ ഈ ഗുരുവിന്റെ ഉപദേശങ്ങൾ നമ്മൾ വായിലേക്ക് പറഞ്ഞ് ലയിക്കാൻ പോരാ, അത് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കും. ഗുരു ആരാണ്? ഗുരു തന്നെ പറയുന്നത് ഗുരു ആരാണ്? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായി നാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായി നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഗുരു ഇപ്പോഴും നമ്മളിൽ നിന്ന് പോയി എന്ന് നമുക്ക് തോന്നിയാലും ഈ ലോകം അന്ന് തന്നെ നാം ശരീരമില്ല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പണ്ടേ ഗുരുവുണ്ട്, ഇപ്പോഴും ഗുരുവുണ്ട്. ഗുരു നമ്മളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ പോലും ശരീരനായി ശരീരമില്ലെങ്കിൽ പോലും ഇന്നും ആ പ്രകാശം നമ്മോടൊപ്പം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരു ആരാണ്? ഓമെന്ന് തൊട്ടൊരു കൂടി മന്ത്രപ്പോഴും ഞാനെന്ന് അറിഞ്ഞുകൊണ്ടാണ് പാമ്പേ ഓമാനാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ചുകൂടിയത് ആരാണ്? അത് ഓമാണ്. ആ ഓമെന്ന് തൊട്ട് കൂടി മന്ത്രപ്പോഴും ഞാനെന്ന് അറിഞ്ഞുകൊണ്ടാണ് പാമ്പേ എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഗുരു ആരാണെന്ന് ഗുരു തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കെ നമ്മൾ എന്തിനെ ഗുരുവിനെ പറ്റി അറിയാനും അറിയിക്കുവാനും നമുക്ക് ഗുരു ഉള്ളപ്പോൾ നമുക്ക് മറ്റ് ദൈവം ഏതുണ്ട്? അതുകൊണ്ട് നമ്മളെല്ലാം നമ്മളാക്കിയത് ആരാണ്? ആ വിശ്വഗുരു ഇല്ലായിരുന്നു എങ്കിൽ ഈഴവ പിന്നോക്ക സമുദായങ്ങളുടെ കേരളത്തിൽ സ്ഥിതി എത്രയോ ഭീകരമായി. ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ച് അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് കൈവശപ്പെടുത്താനല്ല നോക്കിയത്. അവിടെ അരിപ്പുറത്തൊരു ശിവപ്രതിഷ്ഠ നടത്തി ആരാധന നടത്താൻ അവകാശം നമുക്ക് തരികയും അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് പറഞ്ഞെന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സൗകര്യം സോദരത്തെയാണ്. ആ സോദര ചിന്ത ആണ് നമുക്ക് അനിവാര്യം. ആ സോദര ചിന്ത ഇന്ന് വേണ്ടത്ര ഉണ്ടോ? ആ സോദര ചിന്തയുടെ കുറവാണ് ഇന്ന് ഈ രാജ്യത്ത് കലുഷിതമായിരിക്കുന്ന പല പ്രശ്നങ്ങളും കാണാം. ഈ ശാന്തമായി കേരളം പോകുന്നുവെങ്കിൽ അതിന്റെ എല്ലാ കാരണം ഗുരു നൽകിയ ആ ഉപദേശം. ജാതിയുടെ മതത്തിന്റെ ഭേദചിന്തയില്ലാതെ സോദര ചിന്തയോടുകൂടി ഇന്ന് നമ്മളെല്ലാം മറ്റു സമുദായത്തെയും സമൂഹത്തെയും ഉൾക്കൊള്ളുന്നു. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു. മറ്റുള്ള സമുദായങ്ങൾ അത് വേണ്ടവർക്ക് എന്തുമാത്രം ഉൾക്കൊണ്ടിരുന്നു എന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തിയാണ്. നമ്മൾ സോദര എന്ന് സമീപിക്കുമ്പോൾ ആ സോദരത്തിന്റെ മറ്റുള്ളവരിലുണ്ടായി അവരും നമ്മൾ സോദര എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളെ കൂടി ആശ്രയിക്കുവാനും ഒരു ലാഭവും നീതി നേടാൻ അതിനൊന്നിച്ച് നമ്മളോടൊപ്പം തേങ്ങേണ്ട പകരം എന്നെ ദൂഷിക്കുവാൻ. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ നാട്ടുകാരാണ്, എന്നെ നിങ്ങൾക്ക് അലവകതയാണ്. ഞാൻ വഴിതെറ്റി വന്നവനാണ്. SNDP യോട്
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിതിൻ്റെ നേതാവായി. ആ നേതാവായ സമയത്ത് ഞാൻ ഈ സമയത്തേക്ക് ഒരു ദൈവദശം പോലും വാർത്താരൂപത്തിൽ പാടാൻ ചെയ്യാൻ പാടില്ലാത്ത കുടുംബമൊക്കെ ഈശ്വരഭക്തിയും വൃത്തിയും വിനയം ഇതെല്ലാം വരാനും പഠിക്കാനും ഗുരുവിനെ അറിയാനും അറിയിക്കുവാനും കേരളമെമ്പാടും പ്രവർത്തിക്കുകയും ഈ സമുദായത്തിൻ്റെ ഗതികേട് സാമ്പത്തികമായ ഇല്ലായ്മയാണ് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി മൈക്രോ ഫൈനാൻസ് നടത്തി കോടാനുകൂടികൾ കൊടുത്തുകൊണ്ട് ഈ സഹോദരികളെ നന്നാക്കാനും ഞാൻ ശ്രമിച്ചു എന്നുള്ള സത്യം എനിക്ക് ഇന്നലെ ഇന്നും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൈവിടാതെ 30 കൊല്ലമായിട്ട് നിങ്ങൾ എന്നെ സഹിക്കുന്നു. അല്ല, നിങ്ങളുടെ കൈത്തലങ്ങളിൽ നിങ്ങൾ എന്നെ സോദര എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മവിച്ച് കൊണ്ടുപോവുകയാണ്. എന്റെ കാരണം എനിക്ക് രാഷ്ട്രീയമോഹമില്ല. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയും. പ്രശ്നാധിഷ്ഠിതമായി ഓരോ രാഷ്ട്രീയ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും പ്രശ്നാധിഷ്ഠിതമായി കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ ഒരു പാർട്ടിയോടും വിരോധമോ വിദ്വേഷമോ ഇല്ല. ഒരു പാർട്ടിയിലും വാലുമല്ല ചൂലുമല്ല. സമൂഹത്തിൽ കാണുന്ന അനീതിയെ പറയുക എന്നുള്ളത് നീതിവാന്മാരെ പ്രശംസിക്കുക എന്നുള്ളതും ഒരു സാമാന്യ മര്യാദയാണ്. ഒരു സമുദായ നേതാവെന്ന നിലയിൽ ഞാൻ അതേ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ ചിലർക്കെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടും എന്നെ ക്രൂശിക്കാതെ ശ്രമിക്കുമ്പോൾ എന്നെ എന്തെങ്കിലും എന്റെ ദുഃഖമൊന്നും മനസ്സിലാകണം. ഞാൻ ഒരു മനുഷ്യനല്ലേ. എന്നെ പച്ചയായി പിച്ചിക്കേറി തിന്നാൻ ചില മാധ്യമങ്ങൾ ഇന്ന് മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമം, ആ മാധ്യമം എത്ര നാളായി എന്നെ വിട്ടയാണ്. ഞാൻ എന്ത് തെറ്റിയത്? വേറെ ചങ്ങനാശ്ശേരി നിന്ന് കാണിക്കുമോ? ഇത് ചങ്ങനാശ്ശേരി കേട്ടുവോ? ചങ്ങനാശ്ശേരി ഇതുപോലെ നിന്ന് പറയാൻ ഒരു കന്നഡമുണ്ട്. ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായിപ്പോയി എന്നുള്ളതുകൊണ്ട് എന്നോട് എന്തു ആകാമെന്നുള്ളതാണ് ചിന്ത. ഞാൻ എന്ത് തെറ്റിയത്? ഞാൻ ഒന്നാലോചിച്ച് ശിവഗിരി ഞാൻ പറഞ്ഞ പിന്നെ ആവർത്തിക്കുന്നു. എന്റെ ദുഃഖം എന്റെ നാട്ടുകാരോട് ഞാൻ പറയുകയാണ്. ശിവഗിരി എന്താണ്? നമ്മുടെ ആത്മീയ കേന്ദ്രമാണ്, ഗുരുവിന്റെ സമാധി. ആ സമാധി സമ്മേളനത്തിൽ അവിടെ മതം പറയുകയാണ് ജോലി, മതസമ്മാർദ്ദം സമ്മാനം നടത്തുകയാണ് ജോലി. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ഇന്ന് വട്ടവരായിട്ട് 300 നല്ലൂറ് എത്തിക്കൊണ്ട് ഈ 89 ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇതാണോ മര്യാദ? അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ നിൽക്കാൻ അവസരം കൊടുക്കാതെ മറ്റൊരാൾ ഓലുമായിട്ട് നിന്നോന്നില്ല ക്രിസ്ത്യയിക്കുക. ഇത് ചങ്ങനാശ്ശേരി നടക്കുക, വേറെ പലയിടത്ത് നിന്ന് നടക്കുക. എന്നോട് മാത്രമല്ല നടക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ ഞാൻ തട്ടിയെന്നോ തരാം. ഞാൻ ചവിട്ടിയില്ല, എന്റെ പിന്നായി തട്ടി മാറ്റിയല്ലോ. അതിനുടനെ കലിതുള്ളി. ഈ കലിതുള്ളൽ ഈ മീഡിയ തുടങ്ങിയിട്ട് ഒരു മീഡിയയുടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എത്ര നാളായി, മാസങ്ങളായില്ലേ നമ്മളെ ഈ ഒരു സമുദായത്തെ ഇടയിൽ പരസ്പരം തമ്മിലെടുപ്പിച്ചും വർഗീയവാദിയാണെന്ന് എടുത്താൽ. അതേസമയം വർഗീയവാദിയെ പിറ്റെന്തായാലും പറയാത്തത് മതമാണ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രഖ്യാപിച്ചല്ലോ മുസ്ലിം ലീഗിലെ ഒരു നേതാവ്. എന്നിട്ട് ഞാൻ പ്രതികരിക്കാത്തത്, പറയാത്തത്, ചർച്ച ചെയ്യാത്തത് ഷാജി. ഞാനിതുപോലെ പറഞ്ഞോ മതമാണ് 9 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾ പിടിച്ചെടുക്കും. അത് മതമാണ് എന്ന് പറഞ്ഞ ആ മതത്തെ തീവ്രമായി പറഞ്ഞ മതവാദിയെ വിസ്തരിക്കാനും തയ്യാറാകുന്നില്ല. വെള്ളാപ്പുഴ സമുദായത്തിൽ സമൂഹത്തിൽ മതവിദ്വേഷം വരുത്തുന്ന ആളായി. ഞാൻ എന്ത് മതവിദ്വേഷമാണ്? ഞാനുള്ള സത്യം പറഞ്ഞാൽ മതവിദ്വേഷമാകുമോ? നിങ്ങൾ 2 മിനിറ്റ് ഇരിക്കുകയാണ്, നിങ്ങൾ കേൾക്കാനാണ്. ചാനലിനോട് പറഞ്ഞ കാര്യമില്ല. പല ചാനലുകൾക്കും സത്യം അറിയാം, നിങ്ങൾ സത്യം അറിയണം. ഞാൻ ആരായിരുന്നു? ഞാനിവിടെ പിന്നോക്ക സമുദായങ്ങളുടെ നേതാവായിരുന്നു. LDF താഴെ ഇറക്കി UDF ഭരണത്തിൽ കൊണ്ടുവന്ന് സമ്മേളന സമുദായം പിന്നോക്ക സമുദായം മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ നേതൃത്വത്തിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി നിൽക്കുകയും ഭരണം മാറ്റി താഴെ ഇറക്കി. അതിനുശേഷം നമ്മുടെ ഭരണം വരും, UDF ഭരണം വരും. നമുക്ക്
നമ്മുടെ ആഗ്രഹം അനുസരിച്ച് സ്കൂളും അതും ഇതും എല്ലാം കണ്ണില്ലാത്തല്ല ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാമ്പിൽ ചെയ്യുന്ന സമുദായത്തെ എനിക്ക് വന്നുകൊണ്ട് ഞാൻ എവിടെയെല്ലാം അവർ പറഞ്ഞനുസരിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയില്ലേ, ഹൈക്കോടതി മാർച്ച് നടത്തിയില്ലേ, PSC ഓഫീസ് നടത്തിയില്ലേ, എന്തെങ്കിലും ഡൽഹിയിൽ പോയി മാർച്ച് നടത്തിയില്ലേ? ഇതിനുള്ള പണം ആരുണ്ടാക്കുന്നു? ആള് അർത്ഥം ഉണ്ടാക്കി ഈ സമുദായത്തിൽ കൊണ്ടുവന്ന് അവർക്ക് നാമഗന്ധി നേടാൻ വേണ്ടി ഇവരോടൊപ്പം പിന്നോക്ക സമുദായത്തിന്റെ മുന്നണി നേതാവായിരുന്നതും അവരെല്ലാം ഇന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലീഗിന്റെ നേതാക്കന്മാർ ആ പാർട്ടിയെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. അതോടൊപ്പം ഞാൻ മാത്രമല്ല, പിന്നോക്ക സമുദായക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൊണ്ട് ഒടിയും പിടിപ്പിച്ച് നടന്നു. എന്തുവാകട്ടെ, LDF പോയി UDF വന്നു ഭരണത്തിൽ. ആ ഭരണത്തിൽ വന്നപ്പോൾ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ പിന്നെ സ്കൂളിലാണ് പള്ളിപ്പെടുന്ന ആ സംഘടനയ്ക്ക് ശേഷം അദ്ദേഹം മൺമറിഞ്ഞിട്ട് 60 കൊല്ലമായി. നമുക്ക് ആരും തന്നു മാറാവില്ല. അങ്ങനെ ദോഷകൻ വരുന്ന ബേബി ജോൺ ഇരിക്കുന്ന സംഘടനയ്ക്ക് ശേഷം RSPയിലെ ബേബി ജോൺ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ട്രസ്റ്റിനെ ചെങ്ങന്നൂർ, ചാത്തന്നൂർ, ഷൊർണൂരും ഓരോ കോളേജിലും ഉമ്മൻചാണ്ടി ഇറങ്ങാൻ നേരത്ത് ഒരെണ്ണം തന്നു. അത് മുഴുവനപ്പെട്ട് തരുന്നതിന് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഈ 60 കൊല്ലമായി ശങ്കർ സാർ നമ്മളിന്ന് വിട്ടുപോയി. അദ്ദേഹം നേരിടുന്ന സ്ഥാപനങ്ങളെല്ലാം സ്കൂളുകളും കോളേജുകളും അല്ലാതെ ബാക്കിയുള്ള അന്നൊന്ന് പറയട്ടെ, ആ കുറവുകൾ പരിഹരിക്കണം, ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസം ചെയ്ത് തരണം എന്ന് യാചിച്ച് പറയുമ്പോൾ ഞാൻ ജാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു നീതിയല്ലേ പറയുന്നത്. ലീഗിനോട് എന്തേന്ന് പറയാൻ കാരണം ചോദിച്ചാൽ അവരോടൊപ്പമല്ലേ ഞാൻ നടന്നത്. ഇടതുപക്ഷത്തിന് താഴെ ഇറക്കി UDF ഭരണത്തെ കയറ്റാൻ പോയപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലീഗിലുള്ള ആളുകൾക്ക് PSC നിയമനങ്ങളിൽ കുറവുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോൾ സഹോദരി സഹോദരന്മാരിൽ നമുക്കില്ലേ ആ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നമുക്കും ജോലി കുറവുള്ള ഭാഗങ്ങളിലെ കുറെ വീടല്ലേ ഉള്ളൂ. ആ കുറവ് ജീവിക്കാൻ മല്ലനും മാധവനും കൂടെ ഒന്നിച്ചു പോയതല്ലേ. അത് ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ കുറവുകൂടി പരിഹരിച്ച് മേടിച്ചു തരേണ്ട ഒരു ഫലം മുസ്ലിം ലീഗ് നേതൃത്വം അവരുടേതായ മാത്രം മേടിച്ചു എങ്കിൽ ഇത് സാമൂഹ്യ നീതിയാണോ? ഇത് ചതിയല്ലേ ചെയ്തത്? ശരിയാണോ? ഇത് ചെയ്യാമോ? ഇത് ഞാൻ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തോടുള്ള വെല്ലുവിളിയാണോ? ഒരു മുസ്ലിം സമുദായത്തോടും ഞാൻ ഇതില്ല. അവരെന്നും നമ്മൾ സൗഹാർദ്ദമായിട്ട് നിന്ന വിഭാഗങ്ങളാണ് എല്ലാവരും. പക്ഷെ അത് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് എതിരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിം ലീഗ് എന്ന ആ രാഷ്ട്രീയ പാർട്ടി അവരോടൊപ്പം നടന്ന് നമ്മളോട് അവർ നീതി തന്നില്ല എങ്കിൽ ആ നീതി സത്യസന്ധമായ കണക്ക് സൂചന ഞാൻ അവതരിപ്പിച്ചപ്പോൾ അവരെന്തിനെന്നെ കൊഞ്ഞനം കാട്ടണം? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കുളം പോലില്ലേ ഈ സമുദായത്തിൽ? ഒന്ന് തരണേ, എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചാൽ അവര് എന്താ അതിന് മറുപടി പറ. എന്തേ തരാന്ന് മുസ്ലിം ലീഗിനോട് ചോദിക്കാൻ അധികാരമുണ്ട്. ഇവിടുത്തെ LDFിനോട് ചോദിക്കാനുള്ള അധികാരം അവരെ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ അധികാരത്തിൽ വന്നത്. ഒരെണ്ണം തന്നു. വയനാട് നമുക്ക് ഒരെണ്ണമുണ്ട്, ഇവര് കാസർഗോഡുണ്ട്, ശങ്കർ വിശേഷം തന്നു. ഇവരെല്ലാം ഭരണത്തിൽ വന്നപ്പോൾ നിങ്ങൾ കേട്ടാൽ കിട്ടും. മുസ്ലിം സമുദായത്തിൽ മലപ്പുറത്ത് മാത്രം 17 കോളേജാണുള്ളത്. 48 സ്വാശ്രയ കോളേജിൽ ഇപ്പോൾ നമുക്കൊരു സ്വാശ്രയ കോളേജ് ഒറ്റ സ്ഥാപനമില്ല. ഈ കുട്ടികളുടെ സ്കൂള് പോലും ഇത് പറയുമ്പോൾ ദീക്ഷ എന്താണ്? ഇവർക്ക് കേരളം വിട്ടിട്ട് എത്രയാണ് കോളേജ്? ശങ്കർ സാർ തന്ന കാലത്തുണ്ടായതിന് കൂടെ 3 എണ്ണം മറ്റുള്ള 18 എണ്ണം ഇവർ അധികാരത്തിലേപ്പോൾ സമുദായം ഒപ്പിട്ടെടുത്ത് 42 കോളേജ്. ഈ വ്യത്യാസം വരാമോ? സാമൂഹ്യ നീതിയല്ലേ ഇവിടെ വേണ്ടത്? സ്കൂളിൽ നമുക്ക് മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം പുറകിലായിരുന്നു.
പലരും ഇതിന് പുറമായിരുന്നു. അവരൊപ്പിട്ടെടുക്കട്ടെ, അവർ വിദ്യാഭ്യാസം കൊടുക്കട്ടെ. അവർ കൊടുത്തപ്പോൾ ഇല്ലാത്ത നമ്മളെ കൂടെ ഒന്ന് എടുക്കണ്ടേ? അവർക്കുള്ളത് തന്നെ 4200 സ്കൂളാണുള്ളത്. അപ്പോൾ ഈഴുള്ള 370 എങ്ങനെ ബുദ്ധിമുട്ട് പുറത്തിലാകാൻ സാധിക്കും? ഈ കുറവ് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ മുസ്ലിം ലീഗ് എന്നാണ് പറഞ്ഞത്. ഈ മുസ്ലിം ലീഗ് കൊടുത്ത ആൾക്കാർ വിദ്യാഭ്യാസമെന്നില്ല. മുസ്ലിമിന് പാവപ്പെട്ടവർക്കല്ല, അവർ സമ്പന്നനായ ആളുകൾ കൂടുന്ന വ്യക്തികൾക്ക്, ട്രസ്റ്റുകൾക്ക് ആണ് മുഴുവൻ അനുവദിച്ചു കൊടുക്കുന്നത്. അതല്ലാതെ അവരുടെ ട്രസ്റ്റുകൾക്കില്ല, അവരുടെ സമുദായത്തിൻ്റെ ട്രസ്റ്റുകൾക്കല്ല. ഇത് പറയുമ്പോൾ ചാനൽ ചർച്ച ചെയ്ത് ടിച്ചുകൾ വെള്ളാപ്പള്ളി മതവിദ്വേഷം വരുത്തുന്നു. മതവിദ്വേഷമാണ്. ഇവർ 5-ാം മന്ത്രി എടുത്ത് കോൺഗ്രസിന് നോക്കി നിൽക്കാനൊക്കെ പാവം ഉമ്മൻചാണ്ടി നോക്കി നിൽക്കല്ലേ. വകുപ്പും പ്രഖ്യാപിച്ച് അവരിന് മന്ത്രിയും പ്രഖ്യാപിച്ച് ഇന്ത്യൻ ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ മുഖ്യമന്ത്രിയല്ലേ വകുപ്പ് കൊടുക്കുന്നത്, മന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്? അതെവിടെ പ്രഖ്യാപിച്ചു? മലപ്പുറത്തല്ലേ പ്രഖ്യാപിച്ചത്? ആരാണ് മന്ത്രി, ആരാണ് വകുപ്പെന്ന്? ഇതാണോ ജനാധിപത്യം? ഇത് മതാധിപത്യമാണെന്ന് ഞാൻ പറയാൻ എന്താണ് തെറ്റി? ഇത് ഞാനാണ് ചെയ്തിരുന്നുവെങ്കിൽ എന്നെ കൊലവിളി എടുത്തില്ല, കുടലെടുക്കല. ഈ കണ്ടത് ഉള്ളത് പറഞ്ഞുവെങ്കിൽ മതവിദ്വേഷമാണ്. ഇത് മതസമന്വയത്തിനാണ് ഞാൻ പറയുന്നത്. ഇവിടെ സാമൂഹ്യ നീതിയാണ് നടക്കുന്നത്. മുസ്ലിം ലീഗ് ചെയ്ത തെറ്റ് അവർ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതിന് പകരം ഞാൻ മതവിദ്വേഷമാണെന്നും മുസ്ലിം സമുദായത്തിന് വിദ്വേഷമാണെന്നും അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് മതവിദ്വേഷം പരത്തിക്കൊണ്ട് ചില ചാലുകളെ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ നോക്കുന്നത് ഇതിന്റെ അറിവും തിരിച്ചറിവുന്നത് കൊണ്ടാണ്. മാത്രമല്ല, എന്നെ എന്തിനാ ശിവരി വെച്ച് ഇങ്ങനെ പോസ്റ്റ് നടത്തുന്നത്? അത് മാന്യമാണ്. ആ ഉച്ചവേലത്ത് ഇത്രയും പറയാമെന്നോട് കാണിക്കാറ് പറഞ്ഞിട്ട് പറയാൻ എന്നോട് കേൾക്കല്ല. ഉടനെ കൊണ്ട് കുത്തിക്കയറ്റി എന്റെ വായിക്കേണ്ടത് തട്ടി മാറ്റി എന്നുള്ളത് ശരിയാണ്. എന്താണ് തെറ്റ്? ഇത് വേറെ നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുവരുക വേണ്ട. മറ്റൊരു സമുദായം ചങ്ങനാശ്ശേരി ചെന്ന് കാണിക്കാനുള്ള ധൈര്യമുണ്ടാകും. ഇതും കൂടെ അതിനോട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. എന്നാൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ഇതിൻ്റെ സത്യങ്ങളൊന്നും ബോധ്യപ്പെടുത്താൻ ഞാൻ വീട്ടിൽ ചാനലിൽ കാണിച്ചു. അവരെല്ലാം കാര്യമായി വന്നു. വളരെ സന്തോഷമായി സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതാണ് തന്നെ അവിടെ സംസാരിക്കാൻ ഇനി അവസരം കൊടുക്കാതെ ഇടതുപക്ഷമാണെന്ന് പറയാം. ഇടതുപക്ഷത്തെ പറ്റി എല്ലാം നമ്മൾ പറയണത് പറയുന്ന വിഷയങ്ങളൊന്ന് തെറ്റിച്ചുകൊണ്ട് പറയാൻ അവസരം തരാതെ പിന്നെ ഞാൻ അപ്പോഴും പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യും, എനിക്ക് പറഞ്ഞ് തീരാളെന്ന് തീരട്ടെ, അത് തീർന്നതിന് ശേഷം നിങ്ങൾക്കും പറയാനുള്ള അവസരം ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇതൊന്നും കേൾക്കാതെ പിന്നീടും എന്നോട് കയർത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തീവ്രവാദത്തിൽപ്പെട്ട ആളാണ് ഈ ചാനൽ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്. തീവ്രവാദം എന്ന് പറഞ്ഞത് മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. ഇത് പട്ടണത്തിന്റെ തല കൂടെയിരിക്കുന്ന തപ്പിയതുപോലെ അവരുടനെ മതതീവ്രവാദി എന്നാക്കി. മതതീവ്രവാദി എന്ന് പറഞ്ഞിരിക്കാൻ അറിയാൻ പാടില്ലല്ലോ. ആരാണെന്ന് എനിക്കറിയാം, എന്താണെന്നറിയാം. മറ്റു വ്യാഖ്യാനമൊന്നുമില്ല. മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല. അത് പറയാതെ പോയതാണ് അവസരിക്കുന്നത്. അയാൾ അതായിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ തലേ തപ്പി കള്ളൻ കൂടെ ഇരിക്കുന്നത് തലേ തപ്പിപ്പോയി. ഞാൻ അങ്ങനെ ആരെപ്പറ്റി പറഞ്ഞത് തീവ്രവാദി അങ്ങനെയും പറയും. വേറെ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നില്ല, അവരാരും സംസാരിച്ചില്ലല്ലോ. തീവ്രവാദമായി സംസാരിച്ചവനാണ് ആരായാലും അവൻ തീവ്രവാദി. മിതമായി സംസാരിച്ച എത്രയോ പേർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അവരെല്ലാം മിതവാദികളാണ്. ഒന്നും ശരിയല്ല. ഒരു ചാനൽ വിചാരിച്ചാൽ ഒരു ചുക്കുരി വിടിയാനില്ല. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയ മോഹമില്ല, എനിക്ക് പാർലമെന്ററി മോഹമില്ല. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വരുന്ന ഏത് ശക്തിയും നേരിടാനുള്ള തൻ്റെ ഇടം ധൈര്യവും എനിക്കുണ്ട്. എനിക്ക് ഭയമില്ല. എനിക്ക് അസാധ്യമെന്നുള്ളതും ഭയമെന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ റോഡെടുക്കാൻ പോലും എനിക്ക് സാധിച്ചത്. അന്ന് അസാധ്യം എന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ട് പോയ റോഡാണ്. അന്ന് ഞാൻ ഏറ്റെടുത്തവരാണ്. അങ്ങനെ അസാധ്യം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇട്ടുപോയാണ് തലകിക്കുന്ന ലൈൻ. അതിന് ഏറ്റെടുത്ത് തീർത്തവനാണ് ഞാൻ. മരണം ഈ ഒരു പ്രാവശ്യം
എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ചത്തില്ല. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ ചോരയ്ക്ക് കുതിക്കുന്നെങ്കിൽ ശ്രമിക്കാം. പക്ഷേ അഭിപ്രായം പറഞ്ഞതിന് ഒരു ഇഞ്ച് മാറുകയില്ല. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. അതല്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങളാണ് ഒരു സമ്മാനത്തിന് ഞാൻ തയ്യാറാണ്. അതല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞു നിന്ന് ചാനലിന് എന്താണ് റേറ്റിംഗ് കൂട്ടം കെട്ടാൻ വേണ്ടി ഈ പാമ്പുടിച്ച സമുദായത്തിന് ഉപയോഗിക്കുന്നത് മര്യാദയാണ്, അസംബന്ധമാണ് എന്ന് പറയാതിരിക്കണം. എന്റെ ആ സ്വകാര്യ ദുഃഖം നിങ്ങളോടൊന്ന് പങ്കിട്ടെന്ന്. ഒരുപാട് തെറ്റിദ്ധാരണ വരുന്നു. എത്രയോ മുസ്ലിം സമുദായങ്ങൾ നമ്മളുടെ കൂട്ടുണ്ട്, എത്ര ക്രിസ്ത്യൻ സമുദായം നമ്മളുടെ കൂട്ടുണ്ട്. മതസൗഹാർദ്ദത്തോട് നിൽക്കുന്നത് തന്നെ സുധാരണ പ്രസ്ഥാനം ഇവിടെ വളർന്നു ഉയർന്നുകൊണ്ടാണ്. ജിജുവിന്റെ പാവാണ്, വഴിതെറ്റിപ്പോയി. അതിന്റെ എല്ലാ ദുരന്തങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയിൽ യൂത്തുകാരൻ, ആ യൂത്തുകാരൻ തൃശ്ശൂർ പറഞ്ഞിരിക്കുകയാണ്, വെള്ളാപ്പള്ളി മനുഷ്യന്റെ കോലം എന്താണ് കാറ് വിളിച്ച് കരിയോലടിച്ച് കത്തിച്ചാൽ അവൻ പ്രൈസ് കൊടുക്കുന്നു. അവനൊരു പൊണ്ണല്ല. എന്നെ കരിയോലല്ല, എന്നെ കത്തിച്ചാലും എന്റെ അഭിപ്രായം മാറുന്നു. അതിനൊരു വിവരമുണ്ടോ? അതിനൊന്ന് മറുപടി ഈ മാന്യൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ അഭിപ്രായം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളതെന്ന് ഈ വേദിയിൽ പറഞ്ഞിട്ട് പോയാൽ ഞാൻ എന്ത് പറ്റിയത്? ആള് കോഴിക്കോട് പ്രഖ്യാപിക്കുകയാണ്, മലപ്പുറത്ത് പ്രഖ്യാപിക്കുകയാണ് യൂത്തുകാരൻ. ഞങ്ങൾക്കോട്ട് യൂത്ത്. അവന്റെ ഓരം കത്തിക്കാൻ ഞങ്ങൾക്കറിയാം, പലരുടെ ഓരം കത്തിക്കാനറിയാം. ഓരം കത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ പിള്ളേരാണ് ഒന്നുകൂടെ മിടുക്കന്മാര്. അങ്ങനെ കത്തിക്കാനറിയാം. അങ്ങനെ കത്തിച്ചപ്പോഴാണ് പലരുടെയും കത്തിക്കൽ നിന്നുപോയത്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂത്ത് പറഞ്ഞിരിക്കുന്നത് കാർ വിളിച്ച് എന്നെ കത്തിരി അവൻ പ്രയോഗിച്ചുകൊള്ളതാണ്. ഈ സീസൺ പറന്ന രാഷ്ട്രീയ ശൈലി നിലനിൽക്കുമ്പോൾ ഇവരെല്ലാം നിലയ്ക്ക് നിർത്താനുള്ള ആർജവം, ഈഴവത്തിനൊറ്റ ഈഴവനാണെന്ന് പറയാനുള്ള ബോധം നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ TK, നമ്മുടെ ഡോക്ടർ പട്ടു പറഞ്ഞത് നിങ്ങളുടെ ഓരോ ഹൃദയത്തിലുണ്ടാണ്. അദ്ദേഹത്തിന് നമ്മുടെ യാതൊരു പേരിൽ നീതി നഷ്ടപ്പെട്ട സമുദായമാണ്, എന്നും ജാതിയുടെ പേര് ഒറ്റപ്പെടുത്തിയ സമുദായമാണ്. അപ്പോഴാണ് ഡോക്ടർ പട്ടു SNDP യോഗമുണ്ടാകാനുള്ള കാരണം ജാതി വിവേചനം. ഇന്നും വിവേചനങ്ങൾ, രാഷ്ട്രീയ വിവേചനം നമ്മൾ അനുഭവിക്കുന്നു, സാമ്പത്തിക വിവേചനം നമ്മൾ അനുഭവിക്കുന്നു, വിദ്യാഭ്യാസ വിവേചനം നമ്മൾ അനുഭവിക്കുന്നു. എന്നും വിവേചനം മാത്രം അനുഭവിക്കുന്ന ഈ സമൂഹം നമ്മൾ എന്നും ഈ വിവേചനം മാത്രം അനുഭവിച്ചു കിടക്കുന്ന ആളാണ്. വർദ്ധിക്കരണ ശേഷിയുള്ള സമുദായം നാം മാത്രം. അതുകൊണ്ട് തന്നെയാണ് SNDP യോഗത്തിന്റെ പരമാത്മാവും ആയി പ്രവർത്തിച്ച ഡോക്ടർ പട്ടു പറഞ്ഞത് ഞാൻ ഈഴവത്തിവിട്ട ഈഴവനാണ് എന്ന് പറയുന്ന അഭിമാനബോധമാണ്. ആ അഭിമാനബോധത്തോടുകൂടി സ്വന്തം ബോധം എന്തുകൊണ്ട് ജന്മം കൊടുത്ത നമ്മുടെ സമുദായത്തിന് നല്ല ബോധത്തോടുകൂടി മറ്റുള്ളവരുടെ ബോധത്തെ നമ്മൾ നശിപ്പിക്കാതെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഓർജിച്ചു. ഈ ഗുരുദേവ മന്ദിരത്തിലൂടെ ഇതൊരു പ്രകാശ ഗോപുരമായി മത സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഈ പ്രദേശവാകെ എന്നും വെളിച്ചന്വേഷിച്ച് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി ഗുരുമന്ദിരമായി ഉയരട്ടെ എന്നും ഐക്യം നിങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.